ശബരിമല വികസനം ലക്ഷ്യമിട്ട് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി NSS. കോൺഗ്രസിനെയും BJPയെയും വിമർശിച്ച ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പിണറായി സർക്കാരിന്റെ നടപടിയെ പ്രശംസിക്കാനും മറന്നില്ല. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ നായർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് സുകുമാരൻ നായർ പിണറായിയെ പ്രശംസിച്ചും പ്രതിപക്ഷത്തെ വിമർശിച്ചും രംഗത്ത് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുകയെന്നതാണ് NSSന്റെ ലക്ഷ്യമെന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി വന്നപ്പോൾ നാമജപ ഘോഷയാത്രയായി ആദ്യം പ്രതിഷേധം നടത്തിയത് NSS ആണ്. കോൺഗ്രസും BJPയും തുടക്കത്തിൽ അതിൽ പങ്കുചേർന്നില്ല. വിശ്വാസികൾ കൂട്ടമായി എത്തിയതോടെ അവർ അതിന്റെ ഭാഗമാവുകയായിരുന്നു. സുപ്രീം കോടതി വിധി ആചാരങ്ങൾക്ക് എതിരാണെങ്കിലും LDF സർക്കാർ യുവതീ പ്രവേശനത്തിൽ നിർബന്ധം പിടിച്ചില്ല. അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ആചാരം സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും കോൺഗ്രസും ഒന്നും ചെയ്തില്ല. ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും ആചാരം ലംഘിക്കുന്ന ഒന്നും ഉണ്ടാകില്ലെന്നും സർക്കാർ NSSന് ഉറപ്പു നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അറിവോടെ ദേവസ്വം മന്ത്രി VN വാസവനാണ് ഈ ഉറപ്പ് നൽകിയത്. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതെന്നും സർക്കാർ അവരുടെ നിലപാട് തിരുത്തുമ്പോൾ NSS സഹകരിക്കേണ്ടതുണ്ടെന്നും സുകുമാരൻ നായർ പറയുകയും ചെയ്തു. അയ്യപ്പ സംഗമം സർക്കാരിന്റെ പശ്ചാത്താപമായി കാണുന്നില്ല. തെറ്റ് തിരുത്തുക മാത്രമാണ് ഉണ്ടായതെന്നും സർക്കാരിന് ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസും BJPയും പരിപാടി ബഹിഷ്കരിച്ചത്. കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയാകുമെന്നും സുകുമാരൻ നായർ അഭിമുഖത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അയ്യപ്പ സംഗമം പൊളിഞ്ഞുവെന്ന് പ്രതിപക്ഷം നിലപാട് കൈക്കൊള്ളുമ്പോഴാണ് സുകുമാരൻ നായർ അനുകൂല നിലപാടുമായി രംഗത്ത് വന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സുകുമാരൻ നായർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തില്ലെങ്കിലും NSSന്റെ പ്രതിനിധിയെ അയച്ചിരുന്നു. SNDP യോഗത്തെയും NSSനെയും ഒരേ വേദിയിൽ അണിനിരത്താനായത് നേട്ടമായി എന്നാണ് അയ്യപ്പ സംഗമത്തിൽ സർക്കാർ പറയുന്നത്. വേലയിൽ വെള്ളാപ്പള്ളിയും NSS വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാറും എത്തിയിരുന്നു. അതിനിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കോൺഗ്രസിനെ വിമർശിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നത്. ത്രികോണ മത്സരത്തിന്റെ ഗുണം കൃത്യമായി LDFന് കിട്ടും. ഭൂരിപക്ഷ വോട്ടുകൾ പിടിച്ചു നിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. VD സതീശന്റെ ഗ്രാഫ് കുത്തനെ താഴ്ന്നു. വികാരിയായ നേതാവായി VD സതീശൻ മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തിയിരുന്നു.